തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. സെഹിയോൻ ടെലിവിഷൻ ശുശ്രൂഷകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നല്ലവനായ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ വർഷിച്ച് ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട എല്ലാ മേഖലകളെക്കുറിച്ചും ഞങ്ങൾ ബോധ്യം നൽകണമേ. ഈശോയെ, പാപകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും വെറുത്തുപേക്ഷിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനുള്ള കൃപ അഭിഷേകം നൽകണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളിലേക്ക് നിറഞ്ഞ് ഞങ്ങളെ ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്ത് ഒരു പുതിയ ചൈതന്യവും പുതിയ ഹൃദയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. 19-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം ഇപ്രകാരമാണ്: സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. അതായത് ദൈവം വെറുക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വിവരിച്ചു പറയുകയാണ്. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. വചനം എങ്ങനെയാണ്? അതിൻ്റെ 16-ാമത്തെ വാക്യം: കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്, 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. തുടർന്ന് ഏതൊക്കെയാണ് കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളെന്ന് ബൈബിൾ പറയാണ്: ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, അകൃത്യം ദുഷ്കൃത്യം നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് ഈ അവസാനത്തെ കാര്യം, ദൈവം വെറുക്കുന്ന 7-ാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ, അവനെ ദൈവം വെറുക്കുന്നു. ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവൻ്റെ ഒരു സങ്കടം പറഞ്ഞത് അവൻ്റെ അപ്പനുമായിട്ട് അവന് ഒട്ടും തന്നെ യോജിക്കാനായിട്ട് പറ്റുന്നില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ്റെ അപ്പൻ അവനോട് സ്നേഹമില്ല എന്നും അവൻ്റെ അപ്പൻ അവനെ കരുതുന്നില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് അവൻ്റെ ചെറിയ ഹൃദയത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുറേ സമയം സംസാരിച്ചപ്പോഴാണ് ആ കുട്ടി വ്യക്തമായിട്ട് പറഞ്ഞത്, അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ആ ചേട്ടനാണ് ഈ കാര്യങ്ങളിൽ അവനെ പറഞ്ഞു തെറ്റായി ധരിപ്പിച്ചിട്ടുള്ളത്. നിൻ്റെ അപ്പന് നിന്നോട് ഇഷ്ടമില്ല, നിൻ്റെ അപ്പന് നിന്നോട് കരുതലില്ല, അതുകൊണ്ടാണ് ഇടയ്ക്ക് നിന്നെ തല്ലുന്നേ. ഇങ്ങനെ ഇവൻ്റെ അപ്പനെക്കുറിച്ച് ഒരുപാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് അതങ്ങോട്ട് പതിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുന്ന ഒരു വ്യക്തിയെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളൊക്കെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഭിന്നതയുടെ വിത്ത് പല സ്ഥലങ്ങളിൽ വിതയ്ക്കുന്ന വ്യക്തികളാണ്. ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുന്നവനെ ദൈവം വെറുക്കുന്നു. പ്രത്യേകിച്ച് സഹോദരരുടെ ഇടയിൽ ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുന്നവനെ ദൈവം വെറുക്കുന്നു. വേറൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരിക്കൽ ഒരു സഹോദരി അവർ പറഞ്ഞ ഒരു വലിയ സങ്കടം, അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി, കല്യാണം കഴിഞ്ഞ സ്ത്രീ ആണെങ്കിലും ജീവിതത്തിൻ്റെ വിശുദ്ധി അങ്ങോട്ട് നഷ്ടപ്പെടുത്തി.
പ്രിയപ്പെട്ടവരുടെ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അവരുടെ വീടിൻ്റെ അയൽപക്കത്തുള്ള ഒരു മനുഷ്യൻ ഇവളുടെ ഭർത്താവിനെ കുറിച്ച് ഇല്ലാത്ത ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഭിന്നതയുടെ വിത്ത് അങ്ങോട്ട് വിതച്ച് അവസാനം ഈ വ്യക്തി ഇവളെ അശുദ്ധമായിട്ട് ഉപയോഗിക്കുകയും ഇവളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് അനേകം വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ നശിച്ചു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ചില സമൂഹങ്ങൾ, ചില ഇടവകകൾ, ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ ഭിന്നിച്ചു പോകുന്നതിൻ്റെ കാരണമാണ് ചില വ്യക്തികൾ ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, ഭിന്നതയുടെ വിത്ത് നമ്മൾ വിതച്ചാൽ അത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്ന ഒരു വ്യക്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിൽ തന്നെ 12 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഒരു വ്യക്തിയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. 12 മുതലുള്ള വാക്യങ്ങൾ പ്രകാരമാണ്: നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. നോക്കിയേ, നമ്മുടെ വീട്ടിലേക്ക് ചില ദുഷ്ട സംസാരവുമായി ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം അവരെ. തുടർന്ന് ബൈബിൾ പറയാം, അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അപ്പൊ അവന്റെ പ്രത്യേകത, അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. എനിക്കറിയാം, ചില ഇടവകളിൽ വികാരച്ചൻ വചനം പ്രഘോഷിക്കുമ്പോൾ, വചന ശുശ്രൂഷയുടെ വചനം പ്രഘോഷിക്കുമ്പോൾ, ഒരു ആത്മീയ ശുശ്രൂഷ നടക്കുമ്പോൾ, ഒരു ധ്യാനം നടക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ചില വ്യക്തികളെങ്കിലും ചിലപ്പോൾ പുറകിലോ സൈഡുകളിലൊക്കെ മാറിയിരുന്ന് അവർ ഇതുപോലെ ചെയ്യാറുണ്ട്. എന്തു ചെയ്യും? കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്ത ചില വ്യക്തികൾ വചനം പറയുമ്പോൾ ആ വചനം എന്നോടല്ല അവനോടാണെന്ന രീതിയിൽ അങ്ങോട്ട് ചൂണ്ടിക്കാട്ടുകയും അത് അങ്ങനെ കണ്ണുകൾ കൊണ്ട് അടയാളം കാണിക്കുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വചനം വീണ്ടും പറയാണ്: അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴി പിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. അവന്റെ പ്രധാനപ്പെട്ട പരിപാടി ഇതാണ്. അവൻ അനൈക്യം വിതയ്ക്കുകയാണ്. അവൻ ഭിന്നിപ്പിന്റെ വിത്ത് വിതയ്ക്കുകയാണ്. അവൻ കുടുംബത്തിലും സമൂഹത്തിലും ഇടവകകളിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ ഭിന്നിപ്പിന്റെ വിത്ത് വിതയ്ക്കുന്നു. അനൈക്യത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ട് വഴി പിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് അതിന്റെ 15-ാമത്തെ വാക്യം. വചനം പറയുന്നു: തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിപതിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയാം, തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിപതിക്കും. പ്രതിവിധിയില്ലാത്ത വിധം നിമിഷത്തിനുള്ളിൽ അവൻ തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഭിന്നതയുടെ വിത്ത്, അനൈക്യത്തിന്റെ വിത്ത് വിതച്ചാൽ നമുക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില ആത്മീയ കാര്യങ്ങളോട് താല്പര്യം കാണുകയില്ല. ഉദാഹരണത്തിന്, നമ്മുടെ ഇടവകയിലുള്ള ചില ആത്മീയ ശുശ്രൂഷകളെ പറ്റി നമുക്ക് വലിയ താല്പര്യം കാണുകയില്ല. ചിലപ്പോൾ ധ്യാനകേന്ദ്രങ്ങളെ കുറിച്ച് നമുക്ക് അധികം താല്പര്യം കാണുകയില്ല. ചിലപ്പോൾ സഭയുടെ ചില നിലപാടുകൾ നമുക്ക് താല്പര്യം കാണുകയില്ല. നമ്മൾ ആ താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ ഒരു കാര്യം, ഒരു അനൈക്യത്തിന്റെ വിത്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വിതച്ച് ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയും ഇടവകകളെ തമ്മിൽ വിയോജിപ്പിക്കുകയും കുടുംബങ്ങളെ തമ്മിൽ അകറ്റുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്: തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിപതിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. തകർന്നു പോകുന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ 28-ാമത്തെ അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 28-13 മുതലുള്ള വാക്യങ്ങളിൽ പരദൂഷകനെ കുറിച്ചും ഏഷണിക്കാരനെ കുറിച്ചും ബൈബിൾ പഠിപ്പിക്കുക. അതിനെങ്ങനെയാണ്? പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞ് അനേകരവർ നശിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ബൈബിൾ പറയാണ്, ഇങ്ങനെ പരദൂഷണം പറയുന്ന, ഏഷണി പറയുന്ന വ്യക്തികളുടെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കരുത്. ചില വ്യക്തികൾ പരദൂഷണം പറയത്തില്ല, പക്ഷെ അങ്ങനത്തെയുള്ള കൂട്ടായ്മകളിലേക്ക് പോയി അവിടെ ഇരിക്കും. രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് പിന്നെ ഫ്രീ ആയി, പിന്നെ ചില സഹോദരിമാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, 3-4 പേര് ഒരുമിച്ച് കൂടി പരദൂഷണം അങ്ങോട്ട് പറയും.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരദൂഷണത്തിനും ഏഷണിക്കും നമ്മൾ കാതു കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിപത്തുണ്ടാക്കുമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും പ്രഭാഷകന്റെ 28-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യതാണ്: അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുന്നില്ല. അപവാദത്തിന് ചെവി കൊടുത്താൽ നമുക്ക് സ്വസ്ഥത കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടുകളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് ഭിന്നതയുടെ വിത്ത് വിതയ്ക്കാൻ വേണ്ടി വരുന്നവരെ നമ്മൾ ആട്ടി ഓടിക്കണം, സമ്മതിക്കരുത്. അത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ, അത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ ഒരു കാരണവശാലും നമ്മൾ ഇരിക്കരുത്, എഴുന്നേറ്റ് പോകണം. ദൈവം ആഗ്രഹിക്കാത്തൊരു ബന്ധമാണത്. അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ മാറിപ്പോകണം. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ അപവാദത്തിന് ചെവി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക. അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. എനിക്കറിയാം, ചില ഇടവപ്പള്ളിയിലൊക്കെ ഞായറാഴ്ചയിലെ കുർബാന കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച്, ചില ആത്മീയ ദർശനങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുകയും അങ്ങനെ ഇടവകയിലെ ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പിന്റെ വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഗൗരവമേറിയ പാപമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് സഹോദരർക്കിടയിൽ ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുന്നവൻ. അതാണ് സുഭാഷിതം 22:8: അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. അനർത്ഥമാണ് കൊയ്തെടുക്കുന്നത്. ഇതുപോലെ അനീതിയുടെ വിത്തുകൾ വിതച്ചാൽ അനർത്ഥം നമ്മൾ കൊയ്തെടുക്കുമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഒരു മനോഹരമായ വാക്യമുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ന്റെ 15-ാമത്തെ വാക്യത്തിൽ പ്രിയപ്പെട്ടവരെ വചനം എങ്ങനെ പറയുകയാണ്: വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. വിവേകത്തോടെ സംസാരിക്കാൻ, ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കുമ്പോഴാണ് വിവേകത്തോടെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത വ്യക്തികൾ ഒരു ആത്മീയ കാര്യത്തെ, ഒരു കൂട്ടായ്മയുടെ കാര്യത്തെ വരുമ്പോൾ എങ്ങനെയും അവിടെ ഭിന്നതയുടെ വിത്ത് വിതയ്ക്കാനായിട്ട് പരിശ്രമിക്കും. എന്നറിയാം, ഏറ്റവും അധികം കലഹവും വെറുപ്പും ഉള്ളത് ആര് തമ്മിലാ? ചേട്ടാനിമാർ തമ്മിലുള്ള ബന്ധത്തിലാണ്, ആങ്ങളെ പെങ്ങളമാർ തമ്മിലുള്ള ബന്ധത്തിലാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലാണ് വിള്ളലുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം അപവാദമാണ്, പരദൂഷണമാണ്, ഏഷണയാണ്. അത്തരത്തിലുള്ള അശുദ്ധിയുടെ, അനീതിയുടെ വിത്തുകൾ നമ്മൾ വിതച്ചാൽ അതേ നമ്മൾ കൊയ്തെടുക്കുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാകപ്പിഴകളെ കുറിച്ച് ഓർത്ത് ആത്മാർത്ഥമായിട്ട് അനുദപിക്കണം. എൻ്റെ ഒരു വാക്കുമൂലം എൻ്റെ ഇടവകയിൽ ഞാൻ ഭിന്നിപ്പ് വിതച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിന് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ഒരു വാക്കുമൂലം എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയും വെറുപ്പും കൂടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അതിന് പകരം ഭിന്നതയും വെറുപ്പും വിദ്വേഷവും വാശിയുടെയും വിത്ത് ഞാൻ വിതച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ഈശോ പറഞ്ഞത്, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായി സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായം 36-ാം വാക്യം: മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാനും നിങ്ങളും പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ഓർത്ത് അപവാദം പറയുന്ന സ്വഭാവം, ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുന്ന സ്വഭാവം അത് പൂർണ്ണമായിട്ട് മാറ്റി ഐക്യത്തിന്റെ, അഭിഷേകത്തിന്റെ വിത്ത് വിതയ്ക്കാൻ നമ്മൾ ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട എഫേസ്യരുടെ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവാക്യം, അവിടെ വചനം പറയാണ്: മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാപല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാപല്യവും നമുക്ക് യോജിച്ചതല്ല. വ്യർത്ഥ ഭാഷണം, ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. പ്രൈസ് ദി ലോർഡ്. കൃതജ്ഞതാ സ്തോത്രം പറയുന്ന സ്വഭാവം അങ്ങോട്ട് കുറയുമ്പോഴാണ് ഈ കുറ്റം പറയുന്ന, ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുന്ന സ്വഭാവം കൂടി വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ആത്മശോധനയ്ക്ക് വിഷയമാക്കാം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്നെങ്കിലും ഇതുപോലത്തെ ഭിന്നതയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ വിത്ത് നമ്മൾ വിതച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് പൊറുതിക്ക് വേണ്ടി യാചിച്ച് നമുക്ക് തമ്പുരാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഏറ്റവും താഴ്മയോടും വിനയത്തോടും കൂടെ നല്ലവനായ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് വിവേകത്തോടെ സംസാരിക്കാൻ, ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാൻ കർത്താവെ കൃപ തരണമേ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും
തമ്പുരാന്റെ തിരുഹിതത്തിന് വിരുദ്ധമായി നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഭിന്നതയുടെ, അനീതിയുടെ വിത്ത് നമ്മൾ വിതച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് സാധിക്കുന്നവരെല്ലാം കരങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി, നമ്മൾ ഭിന്നതയുടെ വിത്ത് വിതച്ചതിലൂടെ ഏതെങ്കിലും കുടുംബ ബന്ധങ്ങൾ നശിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും അപ്പനും മക്കളും നമ്മളുടെ ബന്ധം നമ്മൾ പിളർത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സഹോദരങ്ങൾ തമ്മിലുള്ള വിടവ് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് പൂർത്തി യാചിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി എളിമപ്പെട്ട് കണ്ണീരോടെ ഒന്ന് പ്രാർത്ഥിക്ക്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ, യേശുവേ, കരുണ ചൊരിയണമേ. അങ്ങനെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരുണ ചൊരിയണമേ. വെറുപ്പിൻ്റെയും ഭിന്നതയുടെയും വിദ്വേഷത്തിൻ്റെയും വിത്ത് വിതച്ചതിലൂടെ കർത്താവെ അങ്ങയുടെ ഹിതത്തിനെതിരായ അടികൾ പ്രവർത്തിച്ച ഓരോ കാര്യത്തെ ഓർത്ത് പൊറുതി യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. നമ്മുടെ മുമ്പിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നല്ല ഈശോയെ നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിലൂടെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരം എന്നോണം ഈ നിമിഷം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ച്, അധരങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് സ്വരമുയർത്തി നമുക്ക് അവിടുത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങളുടെ അധരങ്ങളെ നീ ശുദ്ധീകരിക്കണമേ, അധരങ്ങളെ പവിത്രീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപവാദപരമായിട്ടുള്ള വർത്തമാനത്തിലൂടെ ഏതെങ്കിലും തിന്മകളോ അന്ധകാര ശക്തികളോ ശാപത്തിൻ്റെ കെട്ടുകളോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ പക്കൽ പൊറുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണിത്. വചനം പഠിപ്പിക്കുന്നു, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. ശാപമാണ് പരദൂഷണം പറയുന്നത്, ശാപമാണ് ഏഷണിയെ പറയുന്നത് തിരിച്ചറിയാം. ഞാനോ നിങ്ങളോ എന്തെങ്കിലും നമ്മുടെ നാവിലൂടെ പരദൂഷണം പറയുകയും അപവാദം പറയുകയും ചെയ്തതിലൂടെ ഏതെങ്കിലും ശാപത്തിൻ്റെ കെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ യേശുവേ അങ്ങയുടെ പരിശുദ്ധമായ രക്തം തെളിച്ച് എല്ലാ ശാപത്തിൻ്റെ കെട്ടുകളെയും കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. ജീവിതങ്ങളെ മുഴുവനും കർത്താവിന് സമർപ്പിച്ച് എല്ലാ തരത്തിലുള്ള കെട്ടുകളും ശാപത്തിൻ്റെ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിയപ്പെടാനായിട്ട് ആഗ്രഹിച്ച് ദാഹത്തോടെ ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ സമൂഹത്തിലെ സകല മക്കളും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന സകലർ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. അപവാദം കേട്ടതിലൂടെ, അപവാദം പറഞ്ഞതിലൂടെ ഏതെങ്കിലും തിന്മയുടെ ബന്ധനങ്ങൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഴിയുന്ന അത്ഭുതകരമായ സമയമാണത്. നിങ്ങൾ കെട്ടുന്നവ ഞാനും കെട്ടും, നിങ്ങൾ അഴിക്കുന്നവ ഞാനും അഴിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള ശാപത്തിൻ്റെ കെട്ടുകളും, പ്രത്യേകിച്ച് ഏഷണിയോ പരദൂഷണമോ പറഞ്ഞതിലൂടെ വന്നിട്ടുള്ള എല്ലാ ശാപത്തിൻ്റെ കെട്ടുകളും അഴിയട്ടെ, അഴിയട്ടെ, വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മുടെ നാവുകൾ കഴുകി ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അധരങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഏതെങ്കിലും വ്യക്തികൾ ഏഷണി പറഞ്ഞതിലൂടെ ഏതെങ്കിലും ഭിന്നത, ഏതെങ്കിലും അന്ധകാര ശക്തികൾ നമ്മുടെ കുടുംബത്തിലേക്കോ ഇടവകളിലേക്കോ സഭയിലേക്കോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കെട്ടും അഴിയാൻ വേണ്ടിയാണ് ഇപ്പോഴുള്ള ആശീർവാദം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ അഭിഷേകം, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അഭിഷേകം നമ്മളിലേക്ക് നിറയുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിനെ ആരാധിക്കാനായിട്ട് ഒരുങ്ങുന്നു. കരങ്ങൾ ഉയർത്തി വലിയ വിശ്വാസത്തോടെ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ ഏഷണിയുടെയും വെറുപ്പിന്റെയും അന്ധകാര ശക്തികൾ ഇപ്പോൾ തന്നെ അഴിയട്ടെ. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ അപവാദം കേട്ടതിലൂടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള അനർത്ഥങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും യേശുവിന്റെ നാമത്തിലുള്ള അഭിഷേകം വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. യേശുവേ ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് ബീന, വീട് ചെങ്ങാലൂര്. എനിക്ക് 4 വർഷമായി രക്തം കട്ടയാവണ അസുഖമായിട്ട് നടക്കാൻ പറ്റാതെ തീരെ കിടപ്പായിരുന്നു. ഇപ്പോൾ എൻ്റെ കാലുമ്മ ഒരു വലിയ മുറിവുണ്ടായി. ആ മുറിവ് ഒട്ടും ഉണങ്ങാണ്ട് ഞാൻ 2 വർഷമായി കിടപ്പായിരുന്നു.
ഇപ്പം ഈ മുറിവ് ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ എൻ്റെ മുറിവ് പഴുത്താണ് ഇരുന്നിരുന്നത്. ഇപ്പം ഈ മുറിവ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ 4 വർഷമായി ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട്. എൻ്റെ കൈയിൻ്റെ ഉള്ളനടി മാത്രമേ ഞാൻ പച്ചവെള്ളത്തിൽ മുക്കാറുള്ളൂ. പിന്നെ ഞാൻ പച്ചവെള്ളം തൊടാറില്ല. ഇവിടെ വന്ന് ഇത്രയും നല്ല തണുപ്പുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് എനിക്ക് പച്ചവെള്ളത്തിൽ കുളിച്ചു. എനിക്ക് ഒരു കുഴപ്പമില്ല. 4 വർഷമായി പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് കൈയുടെ ഈ മുറിവാണ് ഉണങ്ങിപ്പോ. നോക്ക് എന്താ ഇത് കഥ. ഇത് നടക്കാൻ പറ്റാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നടക്കാൻ പറ്റാണ്ടാണ് വന്നത്. എനിക്ക് കണ്ണ് കാണില്ല. രക്തം കട്ടയായിട്ട് ഈ ഭാഗത്തുള്ള ഞരമ്പുകളിലൊക്കെ രക്തം കട്ട പിടിച്ച് കിടക്കാന്നാണ് പറഞ്ഞത് ഡോക്ടർ. അമൃതയിലാണ് ചികിത്സ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് പഴുത്തിരിക്കുകയായിരുന്നു. അത് ഉണങ്ങി കരിഞ്ഞത് നോക്ക്. നിങ്ങൾ ആർക്കെങ്കിലും സംശയമാണെങ്കിൽ പുറപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 വർഷമായി എന്താ രോഗം? രക്തം കട്ട പിടിക്കുന്ന അസുഖം നിമിത്തം ശരീരം മുഴുവൻ രോഗവും വിഷമവും വേദന. ഇങ്ങോട്ട് വരുമ്പോൾ പഴുത്ത ഒരു മുറിവുമായിട്ടാണ് വന്നത്. ഇപ്പം നോക്കുമ്പോൾ അത് മുറിവ് കരിഞ്ഞിരിക്കുന്നു. കണ്ണ് കാണാത്തതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ വിഷമം. കാരണം എനിക്ക് ഒന്നിനും പറ്റില്ല. ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഇങ്ങോട്ട് ഒറ്റയ്ക്കലാണ് കയറി വന്നത്. ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നത്. കാണുന്നുണ്ടോ? കുറേശ്ശെ ഞാൻ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സൈന്യബലത്താലല്ല കരബലത്താലുമല്ല ആത്മാവിനാലാണ് എന്റെ ആത്മാവിനാലാണ്. എൻ്റെ പേര് റോസി. എടവക ചൊവ്വന്നൂര്. ചൊവ്വന്നൂര് എന്ന് പറഞ്ഞാൽ എവിടെയാ? ചൊവ്വന്നൂര് കുന്നംകുളം. പറ. ഞാൻ 33 വർഷമായിട്ട് എൻ്റെ കാലിന് അലർജിയാണെന്നുള്ള നിലയിൽ, രക്തവാതമാണെന്നുള്ള നിലയിൽ വളരെയധികം മരുന്നുകൾ ചെയ്തു. ഇത്രമാത്രം പണം ചിലവിറക്കിയെന്ന് പറയാൻ പറ്റില്ല. വടി കുത്തിപ്പിടിച്ചിട്ടാണ് ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ ഞാൻ നടന്നിരുന്നത്. എനിക്ക് കുർബാന കാണാനോ കുമ്പസാരിക്കാനോ ഒന്നിനും സാധിച്ചില്ല. 4 മാസം ഞാൻ കിടപ്പായിരുന്നു. രോഗം രക്തവാതമല്ല, വിഷമാണെന്നാ സിസ്റ്റർ പറഞ്ഞത്. ഞാൻ പുല്ലരിഞ്ഞിട്ട് അങ്ങനെ തന്നെ 33 വർഷമായി സഹിക്കുകയായിരുന്നു. പുല്ലരിഞ്ഞിട്ട് കാലൊക്കെ കണ്ടു. ഇപ്പൊ എങ്ങനെ തോന്നുന്നുണ്ട്? ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറിയോ? ഒരു വിഷമം തോന്നുന്നില്ല. എന്തായിരുന്നു ശരിക്കും വിഷമം? നടക്കാൻ ബുദ്ധിമുട്ടല്ല, അസ്ഥികൾ ഇങ്ങനെ പൊട്ടി ചിക്കൻ ബോക്സ് വരണ മാതിരിയാണ്. 33 വർഷമായ പീഡ ഈ സഹോദരി സഹിച്ചുകൊണ്ടിരുന്ന അസ്ഥികൾ ഇങ്ങനെ പൊട്ടിയിട്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അത് ചിക്കൻ ബോക്സ് മാതിരി നിന്നിട്ട് അങ്ങോട്ട് കുത്തില നേരം വെളുക്കുന്ന വരെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അതാണ് ഉണങ്ങി കിടക്കുന്നത്. അത് കംപ്ലീറ്റ് ഇതാ ഉണങ്ങി. നിങ്ങൾ നോക്കിയത് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ എങ്ങനെയായിരുന്നോ? വരുമ്പോ ഇതേമാതിരി ഇപ്പൊ ഇവിടെ വന്ന് ഇരുന്നിട്ടുള്ള നീര്, അല്ലാണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല. അപ്പൊ അത് കംപ്ലീറ്റ് മാറി. പിന്നെ എന്നോട് പറഞ്ഞു മുട്ട സാധനങ്ങളൊന്നും കഴിക്കരുത്, ഇറച്ചി മീനൊന്നും കഴിക്കരുത്, ഹോമിയോ മരുന്നാണ് ഞാൻ കഴിക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ എല്ലാം കഴിച്ചു തുടങ്ങി. പ്രകാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33 വർഷമായി അസ്ഥിയെല്ലാം അങ്ങോട്ട് പൊട്ടിപ്പോണതുപോലെ ചിക്കൻ ബോക്സ് വന്നിട്ട് അങ്ങോട്ട് അളിഞ്ഞ് അങ്ങനെയുള്ള വിധത്തിൽ ശരീരത്തിൽ വ്രണങ്ങളും അതുപോലെ അസ്ഥിക്കുള്ളിൽ പോലും വേദന ഉണ്ടാകുന്ന വിധം കഠിന വേദന സഹിച്ച സഹോദരിയാണ് ഈ നിൽക്കുന്നത്. 3-4 മാസം കിടപ്പ് കിടന്നു എന്നാണ് പറയണത്. 33 വർഷത്തെ പീഡയാണത്. അതിന് കാരണങ്ങൾ വേറെ പലതും ഉണ്ടാകും. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അത് 33 വർഷമായി സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഇപ്പം അങ്ങനത്തെ വേദനയുണ്ടോ? ഒരു വേദനയും ഇപ്പോൾ സഹോദരിക്ക് അനുഭവപ്പെടുന്നില്ല. ഈശോ അത്ഭുതകരമായി മകളെ എല്ലാ വിധത്തിലും സഹായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് 33 വർഷമായ രോഗപീഠ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം സന്തോഷത്തോടെ. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാൽ